രാഹുലോ? ഏത് രാഹുല്? അവര് തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ചേച്ചി അവന്റെ കൂടെ ആയിരിക്കും പോയതെന്നാ. ഏത് രാഹുൽ എന്ന് പറ. അത് എല്ലാവരും ചേർന്നുള്ള കളിയായിരുന്നു അല്ലേ? കളിയോ? പിന്നല്ലാതെ. ദിവ്യ എന്റെ അടുത്ത് അകറ്റാൻ വേണ്ടി നീ അവന് എത്ര കാശ് കൊടുത്തു? അതോ അവൻ നിനക്കാണോ കാശ് തന്നത്? എന്തൊക്കെ പറയുന്നേ? എല്ലാം നിന്റെ കളിയാണെന്ന് എനിക്ക് മനസ്സിലായി. നീ ചതിച്ചത് തന്നെ. എന്നെ വിവാഹം ചെയ്യാൻ വേണ്ടി സ്വന്തം ചേച്ചിയെ പോലും ചതിച്ചു നീ. എന്തിനായിരുന്നു ഇതൊക്കെ? പറ. ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതം തകർത്തിട്ട് നിനക്ക് എന്ത് കിട്ടി? അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി ചെയ്യേയില്ല. എനിക്ക് എന്നെക്കാളും നിന്നെക്കാളും വലുതാ എന്റെ ചേച്ചി. അവളുടെ ജീവിതം തകർത്തിട്ട് എനിക്കൊരു ജീവിതം ഇല്ല. ഈ ആദർശങ്ങളും കാരുണ്യമൊക്കെ കുറെ കേട്ടതാ ഞാൻ. അതെല്ലാം നിന്റെ വെറും നാട്യങ്ങളായിരുന്നു എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ എന്റെ ചേച്ചിയെ ഞാൻ വഞ്ചിച്ചു എന്ന് മാത്രം പറയരുത്. പറയുന്നതാണോ കുറ്റം? മറ്റൊരു രീതിയിലും ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ലെന്ന് തോന്നിയപ്പോ നീ കണ്ടെത്തിയ അടവായിരുന്നില്ലേ ദിവ്യയുടെ ഒളിച്ചോട്ടം? ദിവ്യ സ്നേഹിച്ചത് എന്നെയാ, എന്നെ മാത്രമാ. ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം അവൾ ഒരുപാട് ആഗ്രഹിച്ചതാ. അവളെ ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ടു പോയിട്ട് എന്നോട് സ്നേഹത്തെക്കുറിച്ച് പുലമ്പുന്നോ? എന്താ ഇങ്ങനെ? എന്നെ നീ ഇങ്ങനെ ആക്കിയില്ലേ? രണ്ട് ജീവിതങ്ങൾ തകർത്തപ്പോ സന്തോഷമായില്ലേ നിനക്ക്? ഒരു കാര്യം നീ ഓർത്തോ, ഇനി ഒരിക്കലും ഒരു സുഹൃത്തായിട്ട് പോലും എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല. അത്രയ്ക്ക് ദുഷ്ടയാ നീ. വഞ്ചകി. മാറണം.
എവിടേക്കാ? സുധി എവിടേക്കായി രാത്രി ഇറങ്ങിപ്പോയത്? അല്ല, നല്ല ദേഷ്യം പിടിച്ചിട്ടാണല്ലോ പോയത്. സത്യമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും. അതിപ്പോ പതിവാണല്ലോ. എന്താ അവന് പറ്റിയത്? പറ്റിയതേ അവനല്ല, നിങ്ങൾക്കാ. നിങ്ങൾ കാരണോ സുധിയുടെ ലൈഫ് നശിച്ചു പോയത്. ഞാൻ എന്ത് ചെയ്തെന്നാ? നിങ്ങളല്ലേ ആണും പെണ്ണും കെട്ടവളെ എന്റെ മകനെ കൊണ്ട് കെട്ടിച്ചത്. ഓ, അന്ന് തുടങ്ങിയത് അവന്റെ അനർത്ഥം. അതെ, അതിന് പൂജ ചെയ്തതുകൊണ്ടോ മന്ത്രവാദം നടത്തിയതുകൊണ്ടോ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ജീവിതമാവുമ്പോ ഇത്തരം പ്രശ്നങ്ങളും വഴക്കുകളും ഇറങ്ങിപ്പോക്കും ഒക്കെ എല്ലാ ഫാമിലിയിലും ഉണ്ടാവാറുണ്ട്. ഓ, ഇപ്പോഴും ചായ അവിടേക്കാ. എന്തിനും ഏതിനും നിങ്ങൾ സത്യം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാ അവൾക്ക് ഇത്ര അഹങ്കാരം. ആ അഹങ്കാരമേ ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. ജാതിയെ, നീ ഇത് എവിടേക്കാ? എന്റെ മോൻ ഈ രാത്രിയിൽ ഇറങ്ങിപ്പോയതാണോ അതോ അവൾ ഇറക്കി വിട്ടതാണോ എന്ന് എനിക്ക് അറിയണല്ലോ. എടി, സത്യസുധിയെ ഇറക്കി വിടാനോ? നീ എന്തൊക്കെയായി പറയുന്നത്? എന്നെ വിടി ചന്ദ്രേട്ടാ. അവൾ അവനെ ഇറക്കി വിട്ടതാണെങ്കിൽ പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കില്ല. പിടിച്ച് പുറത്തേക്ക് തള്ളു ഞാൻ ഇപ്പൊ തന്നെ. നിർത്തടി. പുറത്തേക്ക് തള്ളാൻ അവിടെ എന്താ? വല്ല പൂച്ചയെ പട്ടിയെ പറ്റുവാണോ? പൂച്ചയെ പട്ടിയെ മറ്റോ ആണെങ്കിലേ മിണ്ടാപ്രാണികളാണെന്നെങ്കിലും കരുതായിരുന്നു. ഒരു പുഴുത്ത പട്ടിയോട് കാണിക്കുന്ന ദയ പോലും സത്യയോട് ഞാൻ കാണിക്കില്ല. സത്യയും സുധിയും ഭാര്യ ഭർത്താക്കന്മാരാണ്. അവരുടെ സൗന്ദര്യ പണക്കങ്ങളിൽ കയറി ചെന്ന് ഷോ കാണിക്കാൻ നിന്നാലേ തകരുന്നത് സ്വന്തം മകന്റെ ജീവിതമായിരിക്കും. അത് മറക്കണ്ട. എനിക്ക് എന്റെ മോന്റെ ജീവിതവും വലുത്. അതാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അടങ്ങിയിരിക്കാനാ പറഞ്ഞത്. ഈ രാത്രിയിൽ അവൻ എവിടേക്കായിരിക്കും എന്റെ ഈശ്വര പോയിരിക്കുന്നത്? എവിടെ പോയാലും അവൻ തിരിച്ചു വരും എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അത് ആണുങ്ങളുടെ ഒരു സൈക്കോളജിയാ. പെണ്ണുങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒരു സൈക്കോളജി? ദേ, എന്റെ മോൻ ഇന്ന് വരാതിരിക്കട്ടെ, അപ്പൊ പറയാം ഞാൻ ബാക്കി. എന്റെ അളിയൻ സുധി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഒളിച്ചോടി. അവളുടെ കാമുകന്റെ കൂടെ. ഞാൻ എനിക്കിഷ്ടപ്പെട്ടവന്റെ കൂടെ പോവുകയാണ്. ദയവ് ചെയ്ത് എന്നെ ആരും അന്വേഷിച്ച് വരരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദിവ്യ എവിടെയായിരുന്നു? അതിനുള്ള മറുപടി നീ നിന്റെ ഭാര്യയോട് തന്നെ ചോദിക്കണം, അതായത് സത്യയോട്. പരസ്പരം സ്നേഹത്തോടെ കഴിയുന്ന വീട്ടിലെ
സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. ആരോടും ഒന്നും തുറന്നു പറയാതെ മൂടിക്കെട്ടിയ മുഖവുമായി ഇരുന്നാൽ ഉള്ള പ്രശ്നം വലുതാവുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് സത്യയ്ക്ക് ബോധ്യമാവുന്നുണ്ടാവും. നീയും സുധിയും തമ്മിലുള്ള പ്രശ്നം അതെന്തു തന്നെ ആയിരുന്നാലും പരസ്പരം പറഞ്ഞു നിർത്തേ പറ്റൂ. അത് ഞങ്ങള് തമ്മില് പ്രശ്നമൊന്നുമില്ല അച്ഛാ. പ്രശ്നമില്ലാതെ എന്നോടൊന്നും ഒളിച്ചു വെക്കണ്ട. നിങ്ങളെ തമ്മിൽ വിവാഹം കഴിപ്പിച്ചു തന്ന ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതൊരു വലിയ കാര്യമാണെന്ന് വിചാരിച്ച ഞാൻ വിഡ്ഢി. പരസ്പരം അറിയാവുന്നവരല്ലേ, ജാതകപ്പൊരുത്തമുള്ളവരല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഒന്നിപ്പിക്കാൻ മുൻകൈ എടുത്തത്. അതൊരബദ്ധമായി പോയെന്ന് എനിക്കിപ്പോ തോന്നി തുടങ്ങി. അച്ഛാ, സത്യം പറഞ്ഞ എനിക്ക് പോലും അറിയില്ല സുധിക്ക് എന്താ പറ്റിയെന്ന്. അതെന്താ നിനക്കറിയാത്തത്? ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ചോദിച്ചറിയാനുള്ള ഉത്തരവാദിത്വം നിനക്കില്ലേ? അച്ഛാ, ഞാൻ ചോദിച്ചിട്ടും സുധി പറയുന്നില്ല. പറയും. പരസ്പരം സ്നേഹത്തോടെയാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ ഭാര്യയും ഭർത്താവും ഒന്നും ഒളിച്ചു വെക്കില്ല. അന്യോന്യം പറയേണ്ടത് പറയുകയും ചെയ്യും. സ്നേഹത്തോടെ കഴിയേണ്ടതിന് പകരം വഴക്കുണ്ടാക്കാൻ നിന്നാ പിന്നെങ്ങനെയാ? അച്ഛാ, ഞാനൊരു വഴക്കിനും പോയിട്ടില്ല. രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിയടിച്ചാലേ ശബ്ദമുണ്ടാവുകയുള്ളൂ. നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് കഴിയുന്നതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. അച്ഛാ, അത് നീ ഇപ്പൊ എന്നെ അച്ഛാന്ന് വിളിച്ചില്ലേ? ആ വിളിക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ അച്ഛനെ ഇനിയും ഇവിടെ ഉള്ളവർക്ക് മുന്നിൽ നാണം കെടുത്തരുത്. പേടിക്കണ്ട, അവൾ ഇനിയും വരും, വന്നുകൊണ്ടേയിരിക്കും. നിന്റെ പൂവിരിച്ച പാതകളിലെല്ലാം അവൾ ഉണ്ടാവും. നിനക്ക് വേണ്ടി റെഡ് കാർപ്പറ്റ് വിരിക്കുന്നിടത്തും അവൾ ഉണ്ടാവും. സുധി ഫോൺ എടുക്കാത്ത?
എന്താ സത്യ? ആ, സുധി ക്ലീറ്റസിന്റെ കൂടെ ഉണ്ടോ? ഇല്ലല്ലോ. എന്താ സത്യ? ഞാൻ കുറെ നേരമായിട്ട് സുധിയെ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല, കട്ട് ചെയ്ത് കളയോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ സുധി പോയത്? എന്നോട് പഴക്കെട്ടിട്ട് പോയതാ. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. സത്യ ടെൻഷൻ അടിക്കാതിരിക്കേ. സുധിയുടെ കാര്യം അറിയാവുന്നതല്ലേ. ആശയ്ക്ക് ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കും, ഒരു ശ്രദ്ധയും ഉണ്ടാവില്ല. അതാ എനിക്ക് പേടിയാവുന്നത്. നീ പേടിക്കണ്ട, ഞാനൊന്ന് സുധിയെ വിളിച്ചു നോക്കാം. വിളിച്ച പോരാ, പറ്റിയാൽ സുധിയെ ഒന്ന് കാണാൻ ശ്രമിക്കണം. ആ ഓക്കെ ഓക്കെ, ഞാൻ സുധിയെ കണ്ടോളാം. മറക്കരുത്, ഇപ്പൊ തന്നെ വിളിക്കണേ. സത്യ ധൈര്യമായിരിക്കേ, സുധിക്ക് ഒന്നും സംഭവിക്കില്ല. ഞാൻ അവനെ കണ്ടിരിക്കും. ശരി. ആ എന്തൊക്കെയാടായി കേൾക്കുന്നത്? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ആ, ഇങ്ങനെ പോയാൽ താമസിയാതെ അത് വരും. ഭാര്യയുമായി വഴക്കിടുക, എന്നിട്ട് രാത്രി വണ്ടിയുമായിട്ട് ഇറങ്ങുക, എവിടേക്കെന്നില്ലാതെ ഡ്രൈവ് ചെയ്യുക. ഇവിടെ സത്യക്ക് എന്തുമാത്രം വിഷമായെന്നറിയോ? എന്ത് ടെൻഷനോടെ അവളെന്നെ വിളിച്ചെന്നറിയോ? എന്താ അളിയ നിന്റെ പ്രശ്നം? ദിവ്യ ഒരു നോക്ക് കണ്ടപ്പോഴത്തേക്കും തകർന്ന് വീണുപോയോ മണിമംഗലം ബിൽഡേഴ്സിന്റെ നെടുംതൂൺ? സത്യം എന്നെ ചതിക്കുവായിരുന്നടാ. എടാ, അത് നിന്റെ തോന്നലാണ്. നിനക്കറിയില്ല അവളെ. നിന്റെ സംസാരവും പ്രവൃത്തിയും കാണുമ്പോ നിന്നേക്കാൾ എനിക്ക് അറിയാവുന്നതും ഞാൻ മനസ്സിലാക്കിയതും സത്യമാണെന്നാ എനിക്ക് തോന്നുന്നത്. അളിയ, എടാ, ദിവ്യ ആരുടെ കൂടിയ വിവാഹത്തല്ലെന്ന് ഒളിച്ചോടി പോയെന്ന് നിനക്കറിയോ? എടാ, അതൊക്കെ നമ്മൾ എന്തിനു നോക്കണം? അവൾ ആരുടെ കൂടെ പോയാലും നമുക്കെന്താ? നീ ആ വിഷയം വിട്. ആ വിഷയം അത്ര പെട്ടെന്ന് എന്നെ വിട്ട് പോയില്ല. അവൾ ഒളിച്ചോടി പോയത് എന്റെ ശത്രുവിന്റെ കൂടെയാ. ഏത് ശത്രുവിന്റെ? രാഹുലിന്റെ. അതും സത്യയുടെ ആവശ്യപ്രകാരം. എന്ന് വെച്ചാ സത്യയും രാഹുലും ചേർന്നുള്ള ഒരു പ്ലേ ആയിരുന്നു ഈ ദിവ്യയുടെ ഒളിച്ചോട്ടം. ഏയ്, ഒരിക്കലും ഉണ്ടാവില്ല. സത്യ ഒരിക്കലും അതിന് കൂട്ടു നിൽക്കില്ല. എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി സത്യ നടത്തിയ ഒരു നാടകമായിരുന്നു ഇത് എന്ന് നിന്നോട് ആരാ പറഞ്ഞ? സത്യ പറഞ്ഞു. ദിവ്യയും രാഹുലും തമ്മില് ഇഷ്ടത്തിലായിരുന്നുവെന്നും രാഹുലാണ് ദിവ്യ തട്ടിക്കൊണ്ട് പോയതെന്നും, എന്നാൽ ഇപ്പോ രാഹുലിന്റെ കൂടെ ദിവ്യ ഇല്ലെന്നുമാണ് സത്യ പറയുന്നത്. അവർക്ക് അറിയില്ല പോലും ദിവ്യ എവിടെയാണെന്ന്. എടാ, അവള് പറഞ്ഞ സത്യമായിരിക്കും. അത് വിശ്വസിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. എടാ, നീ ഓരോന്ന് വെറുതെ ഊഹിച്ചുണ്ടാക്കുന്നതാ. അറിഞ്ഞുകൊണ്ട് സത്യം നിന്നെ വഞ്ചിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്. കോളനിയിലെ ഗുണ്ടകളുമായിട്ടാണ് അവളുടെ ഇടപെടല്. അങ്ങനെയുള്ളവള് ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. ഇവനെന്താ ഈ സമയത്ത്? ആ, തേടി വന്നതല്ല, പോകുന്ന വഴി കണ്ടപ്പോ ഒന്ന് ഇറങ്ങിയേ ഉള്ളൂ. ഒരു കുടുംബം കുട്ടിച്ചോറാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ അല്ലേ? എന്താ കുട്ടിപ്പിശാശൻ നീ പറയുന്നേ? ഞാനാണോ കുടുംബം കുട്ടിച്ചോറാക്കിയത്? ഇവന്റെ സത്യല്ലേ അല്ലേ സുധി? നീയാണ് ഇതിന്റെ പിന്നിലെന്ന് സത്യം അറിഞ്ഞ നിനക്ക് അറിയാലോ അവളെ. പിന്നെ നീ ലോകത്ത് തന്നെ കാണില്ല. ഒരുപാട് കാലം ജീവിച്ചു കൊള്ളാന്ന് ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. ഒരു വലിയ സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ അവൾ എന്നെ വിഴുങ്ങുന്നുണ്ടെങ്കിൽ വിഴുങ്ങട്ടെ. എന്തായാലും നീ ഭാഗ്യവാനാ.
ചേച്ചിയെയും അനിയത്തിയെയും ഒരേ സമയം പ്രണയിക്കാൻ ഭാഗ്യമുണ്ടായവർ. അടുത്ത വർഷം മികച്ച കപ്പിൾസിനുള്ള അവാർഡ് പ്രഖ്യാപിക്കുമ്പോ മികച്ച കാമുകനുള്ള അവാർഡ് കൂടി നിനക്ക് തരാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ നീ. ജീവിക്കാൻ പറ്റില്ലല്ലേ? അവനെ വിടറാ. തൊട്ടാ നിന്റെ കൈ നാറും. വിട്. എടാ, നിന്റെ ക്ലോസ് ഫ്രണ്ട് പറഞ്ഞത് കേട്ടില്ലേ? എന്നെ തൊട്ടാ നിന്റെ കൈ നാറുവെന്ന്. അതുകൊണ്ട് വിട്ടേക്ക്. ആ, എന്നേക്കാൾ നാറുന്നൊരു സാധനവും കൊണ്ടാ അഭി നടക്കുന്നതെന്ന് നിന്റെ ക്ലോസ് ഫ്രണ്ടിനോട് പറഞ്ഞു കാണുമല്ലോ. ദിവ്യ എന്ന വലിയ നാറ്റക്കേസ്. അവൾ എന്റെ കയ്യിലിരിക്കുമ്പോ നീ അടിച്ചിട്ടുള്ള 4000 രൂപയുടെ കൂൾ വാട്ടറിന്റെ പെർഫ്യൂമൊക്കെ വെറുതെയാടാ. രാത്രി വന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയതിന് ക്ഷമിക്കണം. അപ്പോ ഗുഡ് നൈറ്റ്. എടാ, നീ വീട്ടിലേക്ക് ചെല്ലും. സത്യ അവിടെ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. അവൾ എന്നെ വിളിച്ച് പറഞ്ഞതാ. ഒന്ന് ചെല്ലടാ സുധി. അവൻ പറഞ്ഞു നീ കാര്യമാക്കണ്ട. വീട്ടിലേക്ക് ചെന്നില്ലെങ്കിൽ സത്യക്ക് അത് വിഷമമാവും. അനിയനെ നീ എന്താടി ചെയ്തേ? എന്തിനാ നീ അവനെ രാത്രി ഇവിടുന്ന് ഇറക്കി വിട്ടത്? ഞാൻ ആരെ ഇറക്കി വിട്ടിട്ടില്ല. എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല. നീ അറിയണ്ടേ? പിന്നെ ഭർത്താവ് രാത്രിയിൽ ഈ വീട്ടിൽ നിന്ന് എവിടേക്കാ ഇറങ്ങി പോകുന്നെന്ന് നീ ചോദിക്കണ്ടേ? ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചും വരും. വന്നിട്ടില്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ നിനക്കൊരു നഷ്ടമില്ല. നഷ്ടം മുഴുവൻ എനിക്കും എന്റെ കുടുംബത്തിന് മാത്രമാ. നീ കാരണം അവന്റെ ജീവിതം തൊലഞ്ഞല്ലോടി. ഞാനായിട്ട് ആരുടെയും ജീവിതം തൊലച്ചിട്ടില്ല. തൊലച്ചിട്ടില്ലേ? പിന്നെ സുധി രാത്രിയിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആര് കാരണോ? ഒളിച്ചോടി പോയ നിന്റെ ചേച്ചി കാരണമാണോ? നിങ്ങൾ ചേച്ചി അനിയത്തിയും ചേർന്ന് ഒരു പാവം ചെക്കന്റെ ഭാവി ഇല്ലാതാക്കി. എന്റെ അനിയൻ എന്തെങ്കിലും സംഭവിച്ചാ രണ്ടിനെയും വിടില്ല ഞാൻ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഒന്നിനും ഇല്ലാത്ത എന്റെ ചേച്ചി എന്തിനാ ഇതിലേക്ക് വലിച്ചഴക്കുന്നത്? അയ്യോ, ഒന്നിനും ഇല്ലാത്ത ചേച്ചിയോ? പാവം. അവള് കാരണമാണ് സുധിക്ക് ഇന്നീ ഗതികേട് വന്നത്. അവള് കണ്ടവന്റെ കൂടെ ചാടിപ്പോയതുകൊണ്ടാ നിന്നെ പോലൊരു സാധനത്തിന് എന്റെ അനിയനും എനിക്കൊക്കെ സഹിക്കേണ്ടി വന്നത്. അവള് കാരണം ഉണ്ടായ നാണക്കേടിനും നഷ്ടത്തിനും ഇപ്പോഴും തല കുനിച്ച് നിൽക്കുക മണിമംഗലം കുടുംബം. ഇനി ഒരക്ഷരം എന്റെ ചേച്ചിയെ പറ്റി പറഞ്ഞ നീ എന്നെ അങ്ങ് വിഴുങ്ങോ? ഇത്ര വൃത്തികെട്ട ഒരു സാധനത്തെ വിഴുങ്ങാൻ ഞാൻ തെരുവ് പട്ടിയല്ല.
പക്ഷേ ഒറ്റ അടിക്ക് അണപ്പല്ലടിച്ച് താഴെ ഇടാൻ ഞാൻ മടിക്കില്ല. എങ്കി അടിക്കടി, അടിക്ക്, കാണട്ടെ ഞാൻ. കോളനി പിള്ളേരോട് കളിക്കുന്ന കളി എന്നോട് കളിക്കാൻ വന്നാലുണ്ടല്ലോ പിന്നെ ഞാൻ. എന്താടി തല്ലുന്നില്ലേ നീ? നിന്റെ നാവിറങ്ങിപ്പോയോ? സുജിതേച്ചി ഒന്ന് പോവാനാ പറഞ്ഞത്. ആഹാ, എന്റെ വീട്ടിൽ നിന്ന് എന്നെ പറഞ്ഞയക്കാൻ നോക്കുന്നോ? സുജിതേച്ചി, ഞാൻ സുധിയെ കാണാതാകെ വിഷമിച്ച് നിൽക്കുക. അതിനിടയ്ക്ക് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരല്ലേ. സുധിയെ കാണാത്ത വിഷമോ നിനക്കോ? അവനെ ഇവിടുന്ന് ഇറക്കി വിട്ടതും പോരാ, സുധിയെ കാണാത്ത വിഷമം പോലും. സുധി എവിടേക്കാ പോയത്? ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? ഞാൻ വിളിച്ചപ്പോ ഒന്ന് ഫോൺ എടുക്കാത്ത എന്താ? ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത? കൈയെടുക്കാൻ മാറി നിൽക്കാൻ പറഞ്ഞത് കേട്ടില്ല. സുധി, അവനൊന്ന് തന്നില്ലല്ലോ നിനക്കിട്ട്. ഞാൻ കരുതി അടിച്ച് നിന്റെ പല്ല് ഒഴിക്കുന്ന. എന്തിനാടി നാണം കെട്ടിങ്ങനെ ഇവിടെ നിൽക്കുന്നേ? ഇനിയെങ്കിലും ഇറങ്ങി പൊയ്ക്കൂടെ നിനക്ക്? സുധി, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. സുധി, സുധി, വാതിൽ തുറക്ക് സുധി. സുധി, വാതിൽ തുറക്കാൻ ഞാനൊന്ന് പറയട്ടെ. സുധി, എന്തു പറ്റി? സുധി, വാതിൽ തുറക്ക് സുധി, പ്ലീസ്. അത് തുറക്കില്ലടി. ഈ വാതിൽ ഇനി നീ എത്ര കരഞ്ഞു വിളിച്ചാലും തുറക്കാൻ പോകുന്നില്ല. ഇത് എന്നേക്കുമായി നിന്റെ മുന്നിൽ അടഞ്ഞു കഴിഞ്ഞു. എനിക്ക് സന്തോഷായി. ഇതാണ് ദൈവത്തിന്റെ കളി. എന്നെ ഇവിടെ നിന്ന് ആട്ടി ഇറക്കാൻ നോക്കിയ നിനക്ക് ഇത് തന്നെ കിട്ടണം. നീ നോക്കിക്കോ, നാളെ നേരം വിളിക്കുമ്പോ സുധി നിന്നെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കും. ഒരു കോളനി പെണ്ണിനെ സഹിക്കേണ്ട ഗതികേടൊന്നും എന്റെ അനിയന് ഇല്ലടി. ഇന്നെനിക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. അപ്പോ ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ആ സത്യ, സ്വീറ്റ് ഡ്രീംസ്.
സംഭവം ഏതാണ്ട് ക്ലൈമാക്സിനടുത്തെത്തി. ഇനി സത്യം സുധി ഒന്നല്ല രണ്ടാ. ബൈജുട്ടാ എണീറ്റ് എഴുന്നേക്കാൻ. ഷോ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? ഒന്ന് എഴുന്നേക്ക് ബൈജുട്ടാ. ബൈജുട്ടാ എന്തായി കാണിക്കുന്നേ? ഇവിടെ ഇത്രയും വലിയൊരു സന്തോഷമുള്ള കാര്യം നടക്കുമ്പോ എങ്ങനെയാ ഇതുപോലെ മൂടി പുതച്ചോടന്ന് ഉറങ്ങാൻ പറ്റുന്നേ? ഓ എന്ത് സന്തോഷം! സുധി സത്യയെ മണിയറയിൽ നിന്ന് പുറത്താക്കി. എപ്പോ? ആ മനോഹരമായ കാഴ്ച കണ്ടിട്ടാ ഞാനിങ്ങോട്ട് വരുന്നേ. സുധി റൂമിനകത്തും സത്യ പുറത്തും. താമസിയാതെ അവൾ ഇനി ഈ വീട്ടിന് പുറത്താവും. അവര് വഴക്കുണ്ടാക്കുന്ന നീ കണ്ടോ? അവര് വഴക്കുണ്ടാക്കുന്നത് മാത്രമല്ല, അവൻ അവളെ റൂമിന് പുറത്താക്കി വാതിലടയ്ക്കുന്നതും അടഞ്ഞു കിടക്കുന്ന വാതിലിന് മുമ്പില് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത തെരുവ് പട്ടിയെ പോലെ സത്യം നിന്ന് മോങ്ങുന്നതും കണ്ടിട്ടാ ഞാൻ വരുന്നേ. ഒന്ന് എഴുന്നേക്ക് മനുഷ്യ, പോയ ആ കാഴ്ചയൊന്ന് കാണ്. മിക്കവാറും ഇന്ന് തന്നെ സുധി സത്യയെ നാട് കടത്താനാവും സാധ്യത. ബൈജുവേട്ട ഒന്ന് വാ, നമുക്ക് പോയി നോക്കാം. ഓ നാളെ ആവട്ടെ, നല്ല ക്ഷീണം. ദേ ഈ ക്ഷീണം സ്കോച്ച് ഒഴിച്ചെന്റെയാ. ഒന്ന് എഴുന്നേക്ക് മനുഷ്യ. പ്ലീസ് സുഹിത, ഞാൻ ആകെ ടയർഡാ. ഞാൻ കിടന്നോട്ടെ പ്ലീസ്. ഓ ഇങ്ങനൊരു കുംഭകർണൻ. നീ പോയി കിടന്ന് ഉറങ്ങടി. നാളെ നമുക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? എല്ലാത്തിനുള്ള തീരുമാനം സുധി ഉണ്ടാക്കി കഴിഞ്ഞു. നാളെ മുതൽ സത്യ ഈ വീട്ടിൽ നിന്ന് പുറത്താ. വെരി ഗുഡ്. ഗുഡ് നൈറ്റ്. ഓ ഇതെങ്ങോട്ടേക്കാ? എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക്. സുധിക്ക് എന്തിനാ ഇത്ര ദേഷ്യം? ഇല്ല, സുധി അകത്ത് പോയി കിടക്ക്. അകത്തെവിടെ? നിന്റെ കൂടെയോ? അതിലും നല്ലത് വിഷപ്പാമ്പിന്റെ ഒപ്പം പോയി കിടക്കുന്നതാ. അത്രയ്ക്ക് വിഷമുണ്ടോ എനിക്ക്? വിഷമല്ല, വിഷസർപ്പം. കൂടെ നിന്ന് കൊത്തുന്ന വിഷസർപ്പം. സുധി, സുധി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ സുധി പുറത്തു പോയി കിടക്കരുത്. ആരെങ്കിലും കണ്ട എനിക്ക് അതിന്റെ മോശം. കാണട്ടെ എല്ലാവരും. സുധി, സുധി നോക്ക, നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് പോലും എനിക്കറിയില്ല. അതിനി എന്ത് തന്നെ ആയാലും ഈ വീട്ടിലുള്ളവർ അതറിയാൻ പാടില്ല, പ്രത്യേകിച്ചും അച്ഛൻ. അച്ഛൻ? നിനക്ക് എല്ലാത്തിനും സപ്പോർട്ട് അച്ഛനാണല്ലോ. സത്യ പാവം, സത്യസന്ധ്യയായ പെൺകുട്ടി. അച്ഛൻ അറിയട്ടെ ആ സത്യസന്ധ്യയുടെ യഥാർത്ഥ നിറം. എന്നെ വഞ്ചിച്ചതുപോലെ ആ പാവ അച്ഛനെ നീ ചതിച്ചില്ലേ? ഞാൻ ആരെയും ചതിക്കുകയും വഞ്ചിക്കുകയൊന്നും ചെയ്തിട്ടില്ല. മിണ്ടിപ്പോരുത്. നിന്റെ ശബ്ദം കേൾക്കുന്നത് എനിക്ക് അറപ്പാ. സുധി, 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 ഞാനിപ്പ എന്താ വേണ്ടത്? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണോ? അങ്ങനെ ഒരു ഔദാര്യമെങ്കിലും നീ എന്നോട് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുധി, എന്തായാലും നാളെ നേരം വിളിക്കട്ടെ. അതുവരെ നീ എന്നോടൊന്ന് ക്ഷമിച്ചേ പറ്റൂ. ഇരുട്ടത്ത് ഇറങ്ങി പോകുന്നതുകൊണ്ടുള്ള പേടിയുണ്ടൊന്നുമല്ല. എന്നെ മകളെ പോലെ സ്നേഹിക്കുന്ന ഒരു അച്ഛനുണ്ട് ഈ വീട്ടിൽ. ആ അച്ഛനോട് ഒരു വാക്ക് പോലും പറയാതെ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. സുധി, ആ തലണങ്ങതാ. സുധി, അകത്ത് പോയി കിടക്ക്. വിഷസർപ്പത്തെ പുറത്താക്കിയ സന്തോഷത്തോടെ പോയി കിടന്ന് ഉറങ്ങ്. ആ പില്ലോ ഇങ്ങോട്ട് അത് വിട്. ഞാൻ കാരണം ഇല്ലാത്ത ശീലങ്ങളൊന്നും തുടങ്ങണ്ട. നിന്നോട് പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ തരാനാ പറഞ്ഞത്. സത്യ ജനിച്ചതും വളർന്നതും എല്ലാം തറയിലാ. തറയിൽ കിടക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ഈ ഒരു രാത്രിയിൽ ഞാൻ ഇവിടെ താഴെ എവിടെയെങ്കിലും കിടന്നോളാം.
മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോ തന്നെ പറയണം. എന്റെ മനസ്സിൽ കൊണ്ടു നടന്ന ആ സത്യം അത് ഞാനിപ്പോ തുറന്നു പറയാ. എനിക്ക് നിന്നെ ഇഷ്ടമാ സുധി. മിസ്റ്റർ സലീമിനോട് ഞാൻ എൻ്റെ ഉഡ്ബിയെക്കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി പറയാം. അവളുടെ പേര് ദിവ്യ എന്നാ. സ്നേഹം നിറഞ്ഞ അമ്മയും അച്ഛമ്മയും സുധിയും അറിയുവാനായി ഞാൻ എനിക്കിഷ്ടപ്പെട്ടവന്റെ കൂടെ പോവുകയാണ്. അപ്പോൾ കാര്യങ്ങൾ എത്രത്തോളം വരെയായി? പൊട്ടലും ചീറ്റലും തുടങ്ങിക്കഴിഞ്ഞു. ഇനി ചില കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, പരിഭവങ്ങൾ, അത് പിന്നെ മൂർച്ചയുള്ള വാക്കുകളും മൂർച്ചയുള്ള പിണക്കങ്ങളുമായി മാറും.